നാളെയും ഒരു രൂപ പിഴയായടയ്ക്കണം. സ്കൂളിൽ നിന്നെത്തിച്ചേർന്ന മകൻ അമ്മയോടോതി. നാളെയും ഒരു രൂപ പിഴയായടയ്ക്കണം. സ്കൂളിൽ നിന്നെത്തിച്ചേർന്ന മകൻ അമ്മയോടോതി. സാരമില്ലുണ്ണീ, പണം തന്നയക്കാം എന്നമ്മ സാന്ത്വനപ്പെടുത്തവേ. തെല്ലൊരാശ്വാസം തോന്നി. സാരമില്ലുണ്ണീ, പണം തന്നയക്കാം എന്നമ്മ സാന്ത്വനപ്പെടുത്തവേ. തെല്ലൊരാശ്വാസം തോന്നി. എങ്കിലും അച്ഛൻ വന്നാൽ തല്ലുകൊള്ളുമെന്നോർത്തു. എങ്കിലും അച്ഛൻ വന്നാൽ തല്ലുകൊള്ളുമെന്നോർത്തു സങ്കടം വിതുമ്മിയ പിഞ്ചിളം ഹൃദയത്തിൽ. അത്രയ്ക്കു നിർബന്ധമാണച്ഛനു മകൻ പഠിച്ചെത്രയും നന്നായി ഇംഗ്ലീഷ് മൊഴിയുന്നതു കേൾക്കാൻ. അത്രയ്ക്കു നിർബന്ധമാണച്ഛനു മകൻ പഠിച്ചെത്രയും നന്നായി ഇംഗ്ലീഷ് മൊഴിയുന്നതു കേൾക്കാൻ. ഞാൻ എൻ്റെ കവിതാ ജീവിതം ആരംഭിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സിലെ യുവജനോത്സവത്തിന് വേണ്ടി, സബ് ജില്ലാ യുവജനോത്സവത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ഞാൻ പഠിച്ച സ്കൂളിൽ ദേവിവിലാസം LP സ്കൂൾ പടമ, അവിടുത്തെ ടീച്ചേഴ്സ് അധ്യാപകരും നമ്മളെ പഠിപ്പിച്ചെടുത്ത ഒരു കവിതയാണ്. പക്ഷെ കവിതയുടെ പേര് ഞാൻ മറന്നുപോയി. ഇത്രയും നാളായി, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയല്ലോ. പക്ഷേ എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ളതും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഇടണം. ഏത് കവിതയാണെന്നുള്ളതും ഇതിൻ്റെ ബാലൻസ് ഉള്ള കവിതയുടെ ബാക്കി ഏതാണെന്നുള്ളതും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരുന്നു. അതുപോലെ ചൊല്ലിയത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായവും ഒന്ന് അറിയിക്കുക. നന്നായില്ലെങ്കിൽ അതും അറിയിക്കുക. താങ്ക് യു.